ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ എങ്ങനെയാണ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ക്രാഫ്റ്റ് റിലേറ്റഡ് ചാനൽ ആയതുകൊണ്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ക്യാൻവ ആപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ആക്കുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് യൂട്യൂബ് തംബ്നെയിലിലുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ആ ഒരു പേജിലോട്ട് വരും. അപ്പോൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ആപ്പ് ക്യാൻവ തന്നെയാണ്. കാരണം ക്യാൻവയിലാകുമ്പോൾ നമുക്ക് മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. തംബ്നെയിൽ നല്ല ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും എലമെൻറ്റ്സും ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ആ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടായിരിക്കുമല്ലോ താഴെ. അപ്പോൾ ആ ഒരു പ്ലസ് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ എലമെൻറ്റ്സ് കാണും. എലമെൻറ്റ്സിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്താൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും അങ്ങനെ വരും. അതിന് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ യൂട്യൂബ് തംബ്നെയിൽ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് എന്നുള്ള ആ ഒരു ഫോട്ടോ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മൾ ആ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അടിയിൽ ആ ഒരു ആഡ് ഓഫ് ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്നില്ല അത് സെലക്ട് ചെയ്യുക. താഴെയുള്ളത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് ഹൗ ടു മേക്ക് തംബ്നെയിൽ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വൈറ്റിലാണ് വരുന്നത്. നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് കളറ് മാറ്റി കൊടുക്കുക, ഫോണ്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും ആണല്ലോ തംബ്നെയിലിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ കളറ് ഞാൻ ബ്ലാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മോഡലാണ്. താഴെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊരു മോഡലിൽ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇതിനെ ടെക്സ്റ്റിനെ എറേസ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈസി തംബ്നെയിൽ മേക്കിംഗ് ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട സൈസിൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. കൊടുത്തില്ലേ ഹൗ ടു മേക്ക് തംബ്നെയിൽ എന്നുള്ള അതിനൊന്നും കൂടെ അട്രാക്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ താഴെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഏത് വേണമെങ്കിലും മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിന് ഞാനിവിടെ റെഡ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
നമ്മൾ ഈ ഒരു തംബ്നെയിൽ ക്രിയേറ്റഡ് ആയി ഇതുപോലെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സ്റ്റിക്കറുകൾ ആഡ് ചെയ്യുക, എലമെൻറ്റ്സ് ആഡ് ചെയ്യുക, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ക്യാൻവയിൽ തന്നെ ഒരുപാട് എലമെൻറ്റ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ നമ്മളിത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടി കാണിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് തംബ്നെയിൽ, യൂട്യൂബ് തംബ്നെയിൽ നിന്നുള്ള ആ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് പോർഷനായിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് ആ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എഫക്റ്റ് സെലക്ട് ചെയ്യാം. എഫക്റ്റിൽ നമ്മൾ ലാസ്റ്റ് വണ്ണ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ റെഡ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫോണ്ട് ഒന്നും കൂടെ ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണ്ടിലോട്ട് ചേഞ്ച് ആക്കി കൊടുത്തു. അപ്പോൾ ഇതിൽ ഞാൻ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എഫക്ട്സും എലമെൻറ്റ്സും എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് മോഡൽസിൽ ചെയ്യാൻ പറ്റും.